കൂട്ടുകാരെ, ഞാൻ ഷിബി മോസസാണ്. ഞാൻ ഇന്ന് ഈ ചെടിയുടെ വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ചെടിയല്ല, ഒരു മരമാണ്, ഒരു കുറ്റി മരമാണ്. അതിൻ്റെ പൂക്കളും കായ്കളും ഒക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ, ഇത് മരമുല്ല എന്ന് പറഞ്ഞ ഒരു മരമാണ്. ഒരു കൊച്ചു മരമാണ് കേട്ടോ. അതിൽ നിറച്ചു പൂക്കളുണ്ടാവും. മിക്കവാറും ഒക്കെ എല്ലാ സമയങ്ങളിലൊക്കെ പൂക്കൾ കണ്ടിട്ടുണ്ട്. ഇത് ധാരാളം പക്ഷികൾ വന്ന് ഇതിൻ്റെ കായൊക്കെ കഴിക്കുന്നുണ്ട്. കായ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പൂത്ത് കഴിഞ്ഞാൽ, പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല മണമാണ്. പക്ഷെ ഒരു ദിവസത്തേക്കേ ഉള്ളൂ ഇതിൻ്റെ ആയുസ്. രാത്രിയിൽ വിരിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേന് അത് പൊഴിഞ്ഞു പോവേ. അങ്ങനെയുള്ളൊരു പൂക്കളായത്. ഇതിൻ്റെ കായ ഉണ്ടാകുന്ന സമയത്ത് പച്ച കളറാണ്, പിന്നെ അത് ചുവപ്പ് കളറായി മാറും. അത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ കായ. ഈ കായ പക്ഷികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ചെറിയ പക്ഷികൾ വന്ന് ഇതെല്ലാം കൊത്തി തിന്നിട്ട് പോകും. അതായത് നമ്മുടെ കേരളത്തിൽ കാണുന്ന ഏറ്റവും ചെറിയ കുരുവിയായ ഇത്തിൾ കണ്ണി കുരുവി, പിന്നെ ബുൾബുള്, കുയിൽ, അങ്ങനെ ഒത്തിരി പക്ഷികൾ വന്നിത് കഴിക്കാറുണ്ട്. പൂ കാണാനും നല്ല രസമാണ്. ഇത് പൂക്കുന്ന സമയത്ത് മരം നിറച്ചങ്ങ് പൂക്കും. നല്ല മണം. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ, രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് നല്ല മണമായിരിക്കും. നിറച്ച് പൂക്കും, മരം നിറച്ച്. നല്ല രസം അത് കാണാനായിട്ട്. ഇതാണ് ഈ ചെടിയുടെ മൊട്ട. ഇപ്പം കുറച്ച് പൂക്കളും മൊട്ടുകളും ഒക്കെ ഉള്ളൂ കേട്ടോ. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേന് മരം നിറച്ച് പൂക്കളാവും. ഒരു രാത്രി, ഞാൻ പറഞ്ഞില്ലേ, രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് പതുക്കെ കൊഴിയാൻ തുടങ്ങും. ഒരു ദിവസമൊക്കെ നിൽക്കും, പക്ഷേ അന്നേരത്തിന് പിന്നെ വാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ആ സ്മെല്ല് അത്രയും നല്ലതായിരിക്കില്ല. ഇതാണ് അതിൻ്റെ കായ. ഇതിൻ്റെ കായ്ക്ക് ഉണ്ടാകുമ്പോൾ പച്ച കളറാണ്. വിരിഞ്ഞ് കഴിയുമ്പോൾ, പഴുത്ത് കഴിയുമ്പോൾ നല്ല ചുവപ്പ് കളറാവുമേ. നല്ല ചുവപ്പായി കഴിയുമ്പോഴാണ് പക്ഷികൾ വന്ന് കഴിക്കാൻ തുടങ്ങുന്നത്. പലതരം പക്ഷികൾ വരും. ഈ മരം നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ പക്ഷികളെ കാണാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എപ്പോഴും വരും പക്ഷികൾ. അപ്പോൾ ഇതിപ്പം അതിൻ്റെ പക്ഷികൾക്കുള്ള പാകമായിട്ടില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇപ്പോൾ വരാൻ താമസിക്കുന്നത്. പക്ഷികൾക്ക് മാത്രമല്ല, ചിത്രശലഭങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരു പൂവാണിത്. ഇതിൽ നിറയെ തേനുണ്ട്. അതുമാത്രമല്ല, രാത്രികാലങ്ങളിൽ ധാരാളം നിശാശലഭങ്ങളും ഈ പൂക്കളിൽ വരാറുണ്ട്. ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളുമൊക്കെ ധാരാളം വരാറുള്ളതുകൊണ്ട് ഈ മരത്തിൽ നിറച്ചും എട്ടുകാലി വലകൾ നമുക്ക് കാണാൻ പറ്റുമേ. ഇതൊരു എട്ടുകാലി വലയാണ്. പക്ഷേ അതിനകത്ത് എട്ടുകാലിയെ ഞാൻ കാണുന്നില്ല. കുറച്ച് ഇലകളൊക്കെ അതിൽ വീണ് കിടപ്പുണ്ട്. ഇലകൾ വീണ് കിടക്കുന്നതായി കാണുന്നത്. അന്നേരം രാത്രിയിലൊക്കെ എട്ടുകാലികൾ ആക്റ്റീവ് ആയിരിക്കും മിക്കവാറും, നിശാശലഭങ്ങളെ പിടിച്ച് തിന്നാനായിട്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാമേ. ഓക്കെ, ബൈ.